സോ ഗൈസ്, ഇതൊരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. അതായത് ഞാൻ എൻ്റെ ബാക്ക് എൻഡ് റൺ ചെയ്യുന്ന സമയത്ത് npm run develop ഒരു പുതിയൊരു എറർ കാണിക്കുന്നുണ്ട്. ദർ സിംസ് ടു ബി ആൻ അൺഎക്സ്പെക്റ്റഡ് എറർ. സോ ഈ എറർ എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് റെൻഡറാണ് അല്ലേ. അപ്പോൾ ഡേറ്റാബേസ് PostgreSQL അത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ റെൻഡറാണ് സർവീസ് പ്രൊവൈഡർ. ഞാൻ റെൻഡർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും GMT സ്റ്റോർ ഇൻസ്റ്റൻസ്, അതായത് നമ്മുടെ ഡേറ്റാബേസ് സസ്പെൻഡഡ് ബൈ റെൻഡർ. കാരണം എന്താ വെച്ചാൽ, അതായത് ഫ്രീ യൂസേജ് ലിമിറ്റ് റീച്ച്ഡ്. അപ്പോൾ ഫ്രീ യൂസേജാണ് ഇതുവരെ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ടി വരും. അതാണ് സംഭവം. അപ്പോൾ ആസ് എ ഡെവലപ്മെൻറ്റ് എനിക്കിപ്പോൾ പെയ്ഡ് പ്ലാൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, റെൻഡറിന് പകരം PostgreSQL ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ലോക്കലി നമ്മുടെ ഡേറ്റാബേസ് മാനേജ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. സോ അതിനായി ഞാൻ PostgreSQL ഡൗൺലോഡ് എന്ന് കൊടുക്കും. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക്. ഇവിടെ ഞങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെത് വിൻഡോസ്. നമുക്ക് ഡൗൺലോഡ് ദ ഇൻസ്റ്റാളർ. ലേറ്റസ്റ്റ് വെർഷൻ 16.3 ആണ്. സോ അത് ഞാൻ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അൺവാരിഫൈഡ് ഡൗൺലോഡ് അൺവാരിഫൈഡ് ഫയൽ. ഇതാണ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത്. സോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ്. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇവിടെ നമുക്ക് പാസ്വേഡ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഈ പാസ്വേഡാണ് നമ്മൾ നമ്മുടെ ബാക്ക് എൻഡിൽ env ഫയലിൽ കൊടുക്കാനുള്ളത്. അതായത് ഡേറ്റാബേസ് കണക്ഷൻസിൻ്റെ ഇൻഫോർമേഷൻസിൽ. നെക്സ്റ്റ്, പോർട്ട് നമ്പർ 5432. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഡൺ. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് അടിച്ചു കൊടുക്കാം. സോ അൺചെക്ക് ഫിനിഷ്. pgadmin സെർച്ച് ചെയ്ത് കൊടുക്കാം. pgadmin ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ സർവേഴ്സിൽ നമുക്ക് സർവേഴ്സ് ക്ലിക്ക് ചെയ്താൽ ലോക്കൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഡേറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ ഡേറ്റാബേസ് പുതിയതായൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ഡേറ്റാബേസ്. ഡേറ്റാബേസിൻ്റെ നെയിം കൊടുക്കുക GMT സ്റ്റോർ DB. എന്നിട്ട് നമുക്കിത് സേവ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പുതിയ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, GMT സ്റ്റോർ DB. ഇതാണ് നമ്മുടെ ഡേറ്റാബേസ്. ഇനിയിപ്പോൾ ഈ ഒരു ഡേറ്റാബേസിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി സർവേഴ്സിൽ ലോക്കൽസ് എന്നതിൽ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. അവിടെ നമുക്ക് ഹോസ്റ്റ് നെയിം ലോക്കൽ ഹോസ്റ്റ്, പോർട്ട് നമ്പർ, യൂസർ നെയിം, അതേപോലെ തന്നെ നമുക്ക് ഡേറ്റാബേസ് ഇൻഫോർമേഷന് ലോക്കൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡേറ്റാബേസിൽ GMT സ്റ്റോർ DB എന്നുണ്ടാവും. അപ്പോൾ അതാണ് നമ്മുടെ ഡേറ്റാബേസ് നെയിം. ഓക്കെ, ഇതാണ് നമുക്ക് കൊടുക്കാനുള്ളത്. എൻ്റെ ബാക്ക് എൻഡിൽ വന്ന് env ഫയലുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഡേറ്റാബേസ് ക്ലയൻറ്റ് പോസ്റ്റ്ഗ്രസ്, ഡേറ്റാബേസ് ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ്, പോർട്ട് 5432, ഡേറ്റാബേസ് നെയിം GMT സ്റ്റോർ DB എന്നാണ്, യൂസർ നെയിം പോസ്റ്റ്ഗ്രസ്, പാസ്വേഡ് എന്താണോ പാസ്വേഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുത്തത് അത്, പിന്നെ SSL ഫാൾസ്. ഓക്കെ, npm run develop. ഓക്കെ, നൗ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് എൻഡിലേക്ക് വന്നാൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അതേ രീതിയിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ നമ്മുടെ കണ്ടൻറ്റ് ടൈപ്പ് ബിൽഡറിൽ കളക്ഷൻസ് ഒക്കെ കാണും. പക്ഷേ അതിൻ്റെ ഡേറ്റാസ് ഒന്നും ഉണ്ടാവില്ല. ഡേറ്റാസ് എംപ്റ്റി ആണ്. കാരണം നമ്മളിട്ട ഡേറ്റാസ് PostgreSQL റെൻഡറിലാണ് സ്റ്റോർ ആയത് നേരത്തെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ലോക്കൽ ഡേറ്റാബേസിൽ അത് സ്റ്റോർ ചെയ്യേണ്ടി വരും. സോ ഞാൻ മാനുവലി ഡേറ്റാസ് ആഡ് ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് ടൈപ്പ് ബിൽഡറിലുള്ള എല്ലാ കളക്ഷൻസിൻ്റെയും സെറ്റിങ്സ്, അതായത് യൂസർ പെർമിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ പബ്ലിക്കിൽ പോയി കാറ്റഗറി അത് ഫൈൻഡ് വൺ എനേബിൾ ചെയ്യും. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഫൈൻഡ് വൺ സേവ്, സ്ലൈഡർ ഫൈൻഡ് വൺ സേവ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, യൂസർ പെർമിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ഡേറ്റാസൊക്കെ ആഡ് ചെയ്തു, കാറ്റഗറീസ് ആഡ് ചെയ്തു, പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തു, അതേപോലെ തന്നെ സ്ലൈഡേഴ്സും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് എൻഡ് നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. മാത്രമല്ല നല്ല സ്പീഡും ഉണ്ട്. കാരണം ഇതിപ്പോൾ ഫെച്ച് ആവുന്നത് ലോക്കൽ ഡേറ്റാബേസിൽ നിന്നാണ്.